ഉപ്പുവെള്ളം വ്യാപകമായി കയറി ഏഴോത്തെ വളാന്തോട്ടം പ്രദേശം നാശത്തിന്റെ വക്കിൽ. ഇപ്പോഴത്തെ കുട്ടികളുടെ IQ ലെവൽ വളരെ ഹൈ ആണ്. അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും കാൽസ്യവും അടങ്ങിയ ശുദ്ധമായ പശുവിൻ പാൽ ദിവസവും കൊടുക്കും. നിങ്ങൾ കഴിക്കണം. ജനതയുടെ പാലും നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം. ഉപ്പുവെള്ളം വ്യാപകമായി കയറി ഏഴോം പഞ്ചായത്തിലെ വളാന്തോട്ടം പ്രദേശത്തെ കിണറുകളും കൃഷിയിടവുമെല്ലാം നശിച്ച് നിരവധി കുടുംബങ്ങൾ കടുത്ത ദുരിതത്തിലായിരിക്കുകയാണ്. സമീപത്തെ ബണ്ട് ആവശ്യമായ രീതിയിൽ അടക്കാത്തതാണ് പ്രധാന കാരണമായിരിക്കുന്നത്. ഉപ്പുവെള്ളം കയറാതിരിക്കാൻ സാധാരണ ബണ്ടിൽ ചളിയും പോട്ടപ്പുല്ലും ഉപയോഗിച്ച് അടക്കുകയാണ് പതിവ്. എന്നാൽ ചെവിടി മണ്ണിട്ട് അടക്കുകയാണ് പഞ്ചായത്ത് ഇവിടെ ചെയ്തിരിക്കുന്നത്. ചെവിടി മണ്ണിലൂടെ ഉപ്പുവെള്ളം കിനിഞ്ഞിറങ്ങി ഏക്കർ കണക്കിന് പ്രദേശം ഉപ്പുവെള്ളത്താൽ ചുറ്റപ്പെട്ട് കഴിഞ്ഞു. ഇങ്ങനെ പോയാൽ സമീപത്തെ കൂടുതൽ പ്രദേശത്തേക്കും വ്യാപിക്കാനും സാധ്യത ഏറെയാണ്. കിണറുകളെല്ലാം വെള്ളം കയറി മലിനപ്പെട്ട് കഴിഞ്ഞു. ഉപയോഗിച്ചിരുന്ന കിണറുകളിൽ മത്സ്യമെല്ലാം കൂട്ടത്തോടെ ചത്തുപൊന്തി തുടങ്ങി. പ്രദേശം ദുർഗന്ധപൂരിതമായി. ഇതിൻ്റെ പ്രശ്നം കാരണം കഴിഞ്ഞ 2 വർഷത്തോളമായി ദുരിതമനുഭവിക്കുകയാണ് ഇവിടുത്തെ ജനങ്ങൾ. നമ്മുടെ അടുത്ത് ബണ്ടുണ്ട്. ആ ബണ്ട് പഞ്ചായത്ത് സമയത്ത് അടക്കാത്ത പ്രശ്നമാണ്. അടച്ചിട്ടുണ്ട്, അടച്ചിട്ടതും അത് പെർഫെക്റ്റ് ആയിട്ടില്ല. ചളിയും ഇതിട്ട് വെച്ച് അടക്കുന്നത് ഇപ്രാവശ്യം ചെടി മണ്ണിട്ട് അടച്ചത്. വെള്ളം കയറുമ്പോൾ കംപ്ലീറ്റ് അത് അലത്ത് പോയി. അതിലേക്ക് ഉപ്പുവെള്ളം കയറി. ഉപ്പുവെള്ളം കയറി കംപ്ലീറ്റ് മുങ്ങിയിട്ടുണ്ടായത്. ഇപ്പം വെള്ളം വറ്റിയതാണ്. വീട്ടിൽ പച്ചക്കറി നടന്ന സ്ഥലമായതല്ലോ. ഇതിൽ ഈ കളറിൽ ഇത്ര എൻ്റെ ഓർമ്മയിലോ വെള്ളം കയറിയില്ല, ഉപ്പുവെള്ളം കയറിയില്ല. ഒറ്റ പഞ്ചായത്ത് അനാസ്ഥ മാത്രമായത്. ഈ ഭാഗത്തിൽ 3-4 കളറുകൾ, ഈ കോളനിവാസികൾ ഉപയോഗിക്കുന്ന കളറുകൾ എല്ലാം ഉപ്പുവെള്ളമായി. ഈ ഒറ്റ പഞ്ചായത്തിന് അനാസ്ഥ മാത്രമേ കാരണം, വേറൊന്നുമല്ല. സമൃദ്ധമായി വേനൽക്കാല പച്ചക്കറി കൃഷി ചെയ്തിരുന്ന വയലുകളെല്ലാം ഉപ്പ് നഞ്ച് കയറി കുതിർന്ന് തരിച്ചിട്ടിരിക്കുകയാണ്. വീട്ടമ്മമാരുടെ വാക്കുകളിലേക്ക്. കുറേ വർഷങ്ങളായിട്ട് അങ്ങനെ ഉപ്പുവെള്ളം കയറാത്തതാണ്. ഇപ്പം 2-3 വർഷമായി ഇങ്ങനെ ഉപ്പുവെള്ളം കയറുന്നു. നമ്മൾ ആദ്യമേ പറയലുണ്ട് വണ്ട് കെട്ട്, എന്നാൽ അവർ ഉപ്പുവെള്ളം കയറി വിളിച്ചു പറഞ്ഞാലും അവർ ശ്രമിക്കലില്ല. ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഇങ്ങനെയാണ്. ഇക്കൊല്ലം പിന്നെ നല്ലോണം വെള്ളം കയറി വളപ്പെല്ലാം കിണറിലെല്ലാം ഉപ്പുവെള്ളം. നമ്മളെ ആ ഭാഗത്തെല്ലാം ഉപ്പുവെള്ളം, എല്ലായിടത്തും ഉപ്പുവെള്ളം. മീനുണ്ടായിന് അങ്ങനെ കത്ത് പൊന്തിയിട്ട് നാറിയിട്ട് നമുക്ക് അവിടെ നിൽക്കാൻ കഴിയില്ല. ഉപയോഗശൂന്യമായി തീർന്ന ബണ്ടിൽ നിന്നും കൈത്തോട് വഴിയാണ് പ്രദേശത്തേക്ക് ഉപ്പുവെള്ളം ക്രമാതീതമായി കയറിയിറങ്ങുന്നത്. പട്ടികജാതി കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഭാഗമാണ് വളാന്തോട്ടം. ഉപ്പുവെള്ളം കയറിയതോടെ വലിയ ആരോഗ്യ പ്രശ്നങ്ങളും ഉടലെടുത്തു കഴിഞ്ഞിട്ടുണ്ട്. പകർച്ചവ്യാധിയും വ്യാപകമായി. കൊതുകു ശല്യവും രൂക്ഷമായി. ഉപ്പുവെള്ളം കയറിയ പ്രദേശം കൈത്താങ് വാട്സാപ്പ് കൂട്ടായ്മയുടെ പ്രവർത്തകർ സന്ദർശിച്ചു. പ്രശ്നം പഞ്ചായത്ത് അധികൃതരെ ധരിപ്പിക്കുമെന്നും കൂട്ടായ്മ സെക്രട്ടറി ബാബുരാജ് വടക്കൻ വാർത്തയോട് പറഞ്ഞു. പിന്നെ ഉപ്പുവെള്ളം കയറി ഇവിടെയുള്ള എല്ലാ കിണറുകളും, ഇവർ സാധാരണ കുടിക്കാൻ ഉപയോഗിക്കുന്ന കിണറുകളെല്ലാം ഉപ്പുവെള്ളം കയറിയിട്ട് അപ്പോൾ ഉപയോഗശൂന്യമായിരിക്കുകയാണ്. ഇപ്പോൾ ഈ കിണറിൻ്റെ അവസ്ഥ നോക്കണം. നല്ല വെള്ളമായിരുന്നു. ഇതിൽ ഒരുപാട് നല്ല മത്സ്യങ്ങളുണ്ടായതാണ്. മത്സ്യങ്ങൾ ചത്തു പൊന്തി കിടക്കുകയാണ്. ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല, അത്രയ്ക്ക് നാറ്റം ഇതിനുണ്ട്. അപ്പോൾ ഇതിന് ശരിക്കും ഇവിടുത്തെ പ്രദേശവാസികളോട് ചോദിച്ചപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയെന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് അവിടെ പുഴക്കരയിൽ കെട്ടിയ ബണ്ട് അത് കൃത്യമായ രീതിയിൽ അടക്കാത്തത് കൊണ്ടാണ് വെള്ളം ഇങ്ങോട്ടേക്ക് നിറഞ്ഞ് കിടന്ന് ഇങ്ങോട്ട് കയറി വന്നതും ഈ ഒരു അവസ്ഥ ഇവിടെ സംജാതമായതും. കുടിവെള്ളത്തിനാണ് പിന്നെ എല്ലാവരും പിന്നെ ആവശ്യമുള്ള ഒരു കുടിവെള്ളം എന്ന നിലയിൽ അതെല്ലാം ഉപ്പുവെള്ളം കയറിയിട്ടുള്ളത്. അപ്പോൾ അത് ശരിക്കും എന്ന് പറഞ്ഞാൽ പഞ്ചായത്തിൻ്റെ അനാസ്ഥയാണ് ഇതിൽ കാണുന്നത്. കൃത്യമായ രീതിയിൽ പണിയെടുപ്പിക്കുകയാണെങ്കിൽ ഈ ഒരു അവസ്ഥ ഉണ്ടാവില്ലായിരുന്നു. അപ്പോൾ ഇതൊക്കെ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. ഈ കിണറിൽ നിന്നാണ് വെള്ളം എടുത്തുകൊണ്ട് അവർ കൃഷി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിപ്പം ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയും കൂടിയാണുള്ളത്. പ്രസിഡന്റ് MP മുഹമ്മദ് കുഞ്ഞി, സെക്രട്ടറി ബാബുരാജ്, N രാഘവൻ, പ്രജിത്ത് ഏഴോം, K മനോഹരൻ, ഷിനോജ്, സുനിൽ രാജ് എന്നിവർ ഒപ്പമുണ്ടായി. പ്രദേശം മുഴുവൻ ഉപ്പുവെള്ളം കയറി ജനജീവിതം തന്നെ ദുരിതത്തിലാക്കുന്ന ബണ്ട് ശാശ്വത പരിഹാരമായി ചളി ഉപയോഗിച്ച് അടക്കുവാൻ തയ്യാറാകണമെന്നാണ് കൈത്താങ് വാട്സാപ്പ് കൂട്ടായ്മ ആവശ്യപ്പെടുന്നത്. വടക്കൻ വാർത്തകൾക്ക് വേണ്ടി ഏഴോത്തു നിന്നും T ബാബു, പഴയങ്ങാടി. IC Moon Ice Cream, a Janata Charitable Society product.